എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ എത്ര നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലും വലിയ പ്രൊമോഷനോ വലിയ സമ്പത്തോ നല്ല വരുമാനമോ ഇവർക്ക് ലഭിക്കാത്തത്? ഇതിനൊരു കാരണം. ഈ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 തരത്തിലുള്ള ജോലിക്കാരുണ്ട്. ഒന്ന് ഹാർഡ് വർക്കർ, മറ്റൊന്ന് സ്മാർട്ട് വർക്കർ. നമ്മൾ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ വരുമാനത്തെയും നമ്മുടെ ജീവിത വിജയത്തെയും തീരുമാനിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വർക്കിലേക്കുള്ള ഡെഡിക്കേഷനാണ്. വിത്തൗട്ട് ഇൻറ്റൻഷൻ അബൌട്ട് ദ റിസൾട്ട്. ഇയാൾ വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്, അങ്ങനെ വർക്ക് ചെയ്യണേ. റിസൾട്ടിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ ഇവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് യാതൊരു ചിന്തയില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതിനുള്ളത് കിട്ടുന്നുണ്ടോ, വേണ്ടത് കിട്ടുന്നുണ്ടോ, ഇത്ര കിട്ടിയാൽ മതിയോ, എൻ്റെ എക്സ്പീരിയൻസ് എത്ര കാലമായി, എന്നിട്ട് ഞാൻ എവിടെ എത്തി എന്നൊരു ചിന്തയൊന്നും ഇയാൾക്കില്ല. ഒരു അടിമയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് സാധാരണക്കാരന് സിമ്പതി നേടുന്നു. ഇവരുടെ തിങ്കിങ്ങിന്റെ പ്രശ്നമാണത്. സാധാരണക്കാർ എന്നിട്ട് സർക്കാർ സഹായിക്കണം, നാട്ടുകാർ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. കൊറോണ വന്നപ്പം അടിപോയത് എന്തുകൊണ്ടാണ്? ഒരുപാട് ആൾക്കാർ പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട് വർക്കിംഗ് സ്മാർട്ട്, ദേ ആർ നോട്ട് ഇന്നോവേറ്റിംഗ്, ദേ ആർ നോട്ട് തിങ്കിങ് ഡിഫറെൻ്റ്ലി, ദേ ആർ വർക്കിംഗ് ഹാർഡ്. അതും ഒരുപാട് ബിസിനസ് മാൻമാരും വർക്കിംഗ് ഹാർഡില്ല. അതാ രസം. പല ബിസിനസ് മാൻമാരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 സോഴ്സിലൂടെ വരുമാനമുണ്ടെന്ന് പറഞ്ഞു. ബിസിനസ് എന്ന് പറയുന്നത് അവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ആൾക്കാരുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ആവുന്നുള്ളൂ. അവിടെ കുറച്ച് ടീമുണ്ട്, കുറച്ച് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബിസിനസ് എന്ന് പറയും, പക്ഷേ അവർ ആ മേഖലയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് എങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ബിസിനസ് അല്ല, അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് 3 മാസത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ, 3 മാസത്തേക്ക് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എങ്കിൽ അതെന്താണ്? ഇറ്റ്സ് എ ബിസിനസ്. അപ്പോൾ അവിടെ ബിസിനസ്സിന് റൺ ചെയ്യുന്നത് ഈ വ്യക്തിയല്ല, ആ ബിസിനസ്സിൻ്റെ സിസ്റ്റമാണ്, അവിടെയുള്ള പ്രോസസ്സാണ്, അവിടെയുള്ള വ്യക്തികളാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് നോ ആഡഡ് വാല്യൂ. ഇവരെന്ത് ചെയ്യുന്നില്ല? വാല്യൂ ആഡ് ചെയ്യില്ല. ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? എന്താണോ പൈസ, അവർക്ക് കിട്ടിയ പൈസക്കുള്ള ജോലി അവർ ചെയ്യുള്ളൂ, അതിന് എക്സ്ട്രാ അവർ ചെയ്യൂല. ദേ ഡോണ്ട് ആഡ് വാല്യൂ. ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും കുറേ ആൾക്കാർ എങ്ങനെയുണ്ട്? ബിസിനസ് ആണെന്ന് പറഞ്ഞില്ല, അവർ ബിസിനസ് അല്ല ആക്ച്വലി ചെയ്യുന്നത്. ദേ ആർ സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ. ബിസിനസ് മാൻമാരെ പോലെ കുറച്ച് ടീമൊക്കെ ഉണ്ടാവും, ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അവർ ജസ്റ്റ് എന്ത് ചെയ്യാൻ തീരെ കഴിയാത്തതുകൊണ്ട് ആൾക്കാരെ വെക്കുന്നതാണ്. അത്യാവശ്യമാണ് വെക്കുന്നത്, പക്ഷേ ബിസിനസ്സിൻ്റെ അവർ സ്മാർട്ട് തിങ്കിങ്ങിൽ വെക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ വെക്കുന്ന ആൾക്കാരെന്തായിരിക്കും? ഏറ്റവും കുറഞ്ഞ കൂലിയിൽ എന്ത് ചെയ്യുക, കൂടുതൽ എങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്നുള്ള ചിന്താഗതിയാണ്. അത് വർക്കിംഗ് ഹാർഡ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുടെ തിങ്കിങ് ആണ്. വർക്കിംഗ് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടത് എന്താണോ അത് സാലറി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരിൽ നിന്ന് വേണ്ട റിസൾട്ട് എന്ത് ചെയ്യും? അങ്ങ് വാങ്ങിച്ചെടുക്കും. ദേ ബൈ ദ പീപ്പിൾ. മനസ്സിലാവുന്നുണ്ട്? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അവർ മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാൻ തയ്യാറാണ്. ഇയാൾ വാല്യൂ ആഡ് ചെയ്യില്ല. നമ്മളെ കൊണ്ട് പറഞ്ഞ ഇതാണ്, നമ്മളത് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയല്ല, വാല്യൂ ആഡ് ചെയ്യണം. എന്തിനാണ് ഷാഫി ഇൻസ്പയർസ് നമ്മൾ ഇത്രയും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരുന്നത്? എന്തിനാണ് ഇത്രയും നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അനുഭവങ്ങൾ തരുന്നത്? ഒരു പൈസ പോലും നിങ്ങൾ തരുന്നതിന് മുൻപേ ഞങ്ങൾ ഇത്രയും ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ടല്ലോ. വൈ? ബിക്കോസ് ഐ ആം ആഡിങ് വാല്യൂ. ദാറ്റ്സ് വൈ ഐ ആം വർക്കിംഗ് സ്മാർട്ട് ആൻഡ് ഐ ആം ഗെറ്റിംഗ് ക്ലയൻറ്റ്സ് ഫോർ മൈ കോഴ്സ്. എൻ്റെ അടുത്ത ലെവൽ കോഴ്സിലേക്ക് ഏകദേശം എനിക്ക് വേണ്ടതെല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞു. Successfully it's booked for next level courses. So it's called adding value. Value add ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രൊജക്റ്റുകളിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുള്ളൂ. എപ്പോഴും എക്സ്ട്രാ കൊടുക്കാൻ തയ്യാറാണോ? മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാണോ? നമ്മൾ ഓഫർ ചെയ്ത സർവീസിനപ്പുറത്തേക്ക് ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടണോ? സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടുള്ളൂ. എന്ത് ചെയ്യണം? കമ്പനി ആവശ്യപ്പെടുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഗോ ഫോർ എക്സ്ട്രാ മൈൽ എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ യു ഡു ദാറ്റ് ആസ് വെൽ.